ഹലോ, സേ cheers. ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഇഡ്ഡലി പൊടി ഉണ്ടാക്കാൻ പോണു ഞാൻ. ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. അതിന് തീ ചുരുക്കി വെച്ചിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ. ഉഴുന്നൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകാനേ പാടുള്ളൂ, അങ്ങോട്ട് കറുക്കാൻ പാടില്ല. അതുകൊണ്ട് ചെറിയ തീയിൽ വെക്കാൻ പറയുന്നത്. ഉഴുന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ അതിനെ ഒരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി ആ പാനിൽ തന്നെ നമ്മളൊരു 3/4 ഗ്ലാസ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇതും ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആക്കി എടുക്കണം. ഞാനിവിടെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഇത് വറക്കുമ്പോൾ അവിടെ ചെറിയ ചിലതൊക്കെ കണ്ടു, എൻ്റെയും ചിലതൊക്കെ ഡാർക്ക് കളർ ആയിട്ടുണ്ട്. അതങ്ങനെ ആകും, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ മുഴുവൻ അങ്ങോട്ട് കറുക്കാതെ നോക്കണമെന്ന് മാത്രം. ഇനി ഈ ഉഴുന്ന് പരിപ്പിൻ്റെ കൂടെ തന്നെ ഈ കടലപ്പരിപ്പ് മാറാനായിട്ട് വെക്കുക. ഇനി അതേ പാനിൽ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ പൊടി കഴിക്കാനും നല്ല സ്വാദായിരിക്കും. നമുക്ക് അതുപോലെ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കേണ്ട കാര്യമില്ല, കുറേ ദിവസത്തേക്ക് കേടുവരാതിരിക്കുകയും ചെയ്യും. ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഈ കുരുമുളകൊക്കെ ഇതുപോലെ പടപടാന്ന് പൊട്ടും. അപ്പം നമ്മൾ അതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. വേറെ പ്ലേറ്റിൽ തന്നെ ഇടണം കേട്ടോളൂ. നമ്മൾ ആ പരിപ്പുകൾ വറുത്ത് വെച്ച പ്ലേറ്റിലേക്ക് കൊട്ടരുത് ഇതിനെ. ഇനി ആ പാനിൽ തന്നെ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊരു 6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഈ മുളകിന് നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ 6 ചേർത്തുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 8 9 ഒക്കെ ചേർത്താൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. മുളകും ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ കുരുമുളക് ഇട്ട പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഇതേ പാനിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. എണ്ണയൊന്നും ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കായപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ആദ്യം നമ്മൾ ഈ കുരുമുളകും മുളകും വറ്റൽമുളകും വറുത്തതിനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കായപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ആ പാനിൽ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കഴുകി തുടച്ചതിന് ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കറിവേപ്പിൻ്റെ ഇല നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കിയ ശേഷം അതിനെ ഈ മിക്സി ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് അതിനെയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ആ പാനിനെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ 3 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഈ ഉപ്പ് മുഴുവൻ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ബാക്കി നമ്മൾ കൂട്ടാനിലേക്കൊക്കെ എടുക്കാമല്ലോ. അതുകൊണ്ടാണ് ഈ പാന് കഴുകിയിട്ട് ഞാൻ ഉപ്പ് ചൂടാക്കുന്നത്. ഉപ്പ് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറും. ഇപ്പം നമ്മൾ കുരുമുളക്, കായപ്പൊടി, കറിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷം നമ്മളിതിലേക്ക് പരിപ്പുകൾ വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തുമ്പോൾ കുറേശ്ശായിട്ട് ചേർത്താൻ പാടുള്ളൂ, പോരാന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കണം. ഒരു ചെറിയ തരിതരിപ്പ് വേണം, ഒരു റവ പോലെയൊക്കെ നമ്മൾ പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡർ ആക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് പൊടി എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി പൊടിയിൽ ഞാനൊരു 3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് പൊടിച്ചെടുക്കുക. വെളുത്തുള്ളി കഴിക്കുന്നവരാണെങ്കിൽ മുഴുവൻ പൊടിയിൽ 5-6 വെളുത്തുള്ളി കഴുകി തുടച്ച് ചേർത്ത് പൊടിച്ചെടുക്കുക. ഞാൻ 2 ടൈപ്പ് ഉണ്ടാക്കിയത് കൊണ്ടാണ് കുറച്ച് പൊടി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൽ 3 വെളുത്തുള്ളി ചേർത്ത് പൊടിച്ചത്. വെളുത്തുള്ളി നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂട്ടോളൂ. താങ്ക് യു, ബൈ.